സ്വരാജിന് നല്ല വിജയസാധ്യതയുണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തൽ. പ്രചാരണത്തിൽ സ്വരാജ് മുമ്പിലാണെന്നും മതസംഘടനകളെ കൂട്ടുപിടിച്ച് വോട്ട് നേടാനാണ് UDF ശ്രമമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ്. നിലമ്പൂരിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചു. വിവരങ്ങളുമായി മഹേഷ് ചന്ദ്രൻ ചേരുന്നു. മഹേഷ്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയൊക്കെ മാറ്റി സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുവാനുള്ള CPM-ന്റെ തീരുമാനം തന്നെ വലിയ ആവേശം പകർന്നിട്ടുണ്ട് അവിടെ അണികൾക്ക്. അതും M സ്വരാജ് സ്ഥാനാർത്ഥിയായപ്പോൾ ആ ആവേശം ഇരട്ടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തൊക്കെ വിലയിരുത്തലുകളാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്? ലക്ഷ്മി, സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഉചിതമായ തീരുമാനമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞതായി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. സ്വരാജിന് നല്ല വിജയസാധ്യതയുണ്ട്. പ്രചാരണത്തിൽ ആവേശം വിതയ്ക്കാൻ സ്വരാജിന് കഴിഞ്ഞിട്ടുണ്ട്. സ്വരാജ് അക്കാര്യത്തിൽ മുന്നിലാണെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. ഈ സ്ഥാനാർത്ഥി തന്നെ മണ്ഡലത്തിൽ ആവേശമുണ്ടാക്കി. യുവാക്കളുടെ പിന്തുണ നന്നായി കിട്ടും. അതിനകത്ത് UDF കുടുംബങ്ങളിൽ, കോൺഗ്രസ് ലീഗ് കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ യുവാക്കളുടെയും വോട്ടുകൾ നേടാൻ സ്വരാജിനെ കൊണ്ട് സാധിക്കുമെന്നും പാർട്ടി വിലയിരുത്തുന്നു. പക്ഷേ ഈ ആവേശം വോട്ടാക്കി മാറ്റാൻ കഴിയണം, അതിനുവേണ്ട ഇടപെടൽ നടത്തേണ്ടതുണ്ട് എന്നും പാർട്ടി സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. അതിൽ ജനസംഘടനകളെ കൂട്ടുപിടിച്ച് വോട്ട് നേടാനാണ് UDF-ന്റെ ശ്രമം. PV അൻവർ നേടുന്ന വോട്ടുകൾ UDF-ന്റേതായിരിക്കുമെന്നും പാർട്ടി സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നു. എന്നാൽ PV അൻവറിന്റെ പ്രചാരണം മന്ദഗതിയിലാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പ്രചാരണം മന്ദഗതിയിലാക്കിയിരിക്കുന്നത് UDF-ന്റെ ചില നേതാക്കൾ ഇടപെടൽ കൊണ്ടുകൂടിയാകാമെന്നും സംശയിക്കേണ്ടി വരുമെന്നും പാർട്ടി സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നു. ലക്ഷ്മി, മഹേഷ് ചന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ നിലമ്പൂരിൽ നിന്ന്.